ഇതിന്റെ തുടക്ക സമയങ്ങളിൽ തന്നെ അതിന്റെ തുടക്കം കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ പ്രയലിനോട് ചേർന്നിരിപ്പാൻ കർത്താവ് കൃപ നൽകുന്നു. ഓർത്ത സ്തോത്രം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കഴിയുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ചില സമയങ്ങളിൽ ഈ അടുത്ത ചില കാലങ്ങളിലായിട്ട് എനിക്ക് സജീവമായിട്ട് ഈ പ്രയലിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു പ്രയാസം എനിക്കുണ്ട്. മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ഈ കുറെ തിരക്കുകൾ, പ്രവർത്തനം, പരസ്യങ്ങളും മീറ്റിങ്ങുകളും ചർച്ചിന്റെ മീറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് താമസിച്ചാണ് കിടക്കുന്നത് തന്നെ, വീട്ടിൽ വരുന്നത് തന്നെ. അത് മാത്രമല്ല, ചില സമയങ്ങളിലൊക്കെ ശാരീരിക പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ ജലദോഷവും ഒക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ജലദോഷത്താൽ വളരെ പ്രയാസപ്പെട്ടു. അതുകൊണ്ട് രാവിലെ സമയം എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. ഒന്നുകൂടെ വിട്ടുള്ള തിങ്കളാഴ്ചകളിൽ ദൈവജനം സംസാരിക്കുന്നെങ്കിൽ പോലും ആ ദിവസങ്ങളിൽ പോലും എനിക്ക് അതിനകത്ത് കഴിയാത്തൊരു സാഹചര്യം. ദൈവം എല്ലാം നന്നായി അറിയുന്നു. എങ്കിൽ നമ്മുടെ പ്രയർ ലൈൻ വളരെ ശക്തമായ നിലയിൽ മുന്നേറുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ ലോകം എങ്ങോട്ടാണ്, നാളെ എന്താണ് ഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക ഇല്ലാതെയുമില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ ഈ അടുത്ത 2 മാസത്തിനുള്ളിൽ നമ്മുടെ കൊച്ചു കേരളം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ നാടെന്ന് പറയപ്പെടുന്ന അഹോദര്യ ബന്ധം ഏറ്റവും അതിന്റെ ഉദാത്തമായ നിലയിൽ നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളം എല്ലാ നിലകളിലും പാരമ്പര്യം കൊണ്ടും സാംസ്കാരികം കൊണ്ടും സാഹിത്യം കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ, നാനാത്വത്തിൽ ഏകത്വം, ജനാധിപത്യം എന്നൊക്കെ നിലയിൽ വളരെ കുളിർമ കൊണ്ട പേർപറ്റ നമ്മുടെ ഈ സമൂഹത്ത് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന കഠിനമായ മാറ്റങ്ങൾ. എറണാകുളത്തിനടുത്ത് പറവൂർ എന്ന സ്ഥലത്ത് അയൽവാസിയായിരുന്ന ഒരു പിതാവിനെയും മാതാവിനെയും അവരുടെ മകളെയും വെട്ടിക്കൊന്ന സംഭവം ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടത്. അദ്ദേഹത്തെ പോലീസ് പിടിച്ചു. പക്ഷെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള, 3 കൊലപാതകങ്ങൾ ചെയ്തിട്ടും അടുത്ത ഒരാളെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള തൻ്റെ ആ വാക്കുകളും തൻ്റെ മനസ്സും. പാലക്കാടുള്ള ചെന്താമര എന്ന് പറഞ്ഞ മനുഷ്യനൊരു മുത്തച്ഛനെയും മുത്തച്ഛയും വെട്ടിക്കൊന്ന് അദ്ദേഹത്തിന് തെളിവെടുപ്പ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയൽവാസിയായിരിക്കുന്ന ഒരു പുഷ്പയുണ്ട്, അവൾ എനിക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നവളാണ്, അവളെയും എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നില. തൊടുപുഴയ്ക്കടുത്ത് ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്ന ഒരു യുവാവുണ്ട്. ആ യുവാവിന്റെ മനസ്സ് നിങ്ങൾ നോക്കൂ. ഒരു ചാഞ്ചാട്ടവുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ, കുറ്റബോധം പോലും ഇല്ലാതെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് വളരെ ലാഘവത്തോടുകൂടെ അദ്ദേഹത്തിന്റെ മനസ്സ്. എന്തിനേറെ പറയുന്നു, നമുക്ക് നോക്കിക്കേ, +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന കുഞ്ഞ് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവന്നു എന്ന നിലയിൽ അതിനെ ചോദ്യം ചെയ്ത അധ്യാപകനെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിന് വിട്ട് പുറത്തു വരുമ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞ്, നിന്നെ കാച്ചിക്കളയും, എന്നിട്ട് തകർത്തു കളയും.
തിരുവനന്തപുരത്തിനടുത്ത് തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണല്ലോ, 2 വിദ്യാർത്ഥികൾ കൂടി ഒരാളെ മൃഗീയമായി കൊല്ലുന്ന അനുഭവം. നമുക്കറിയാമല്ലോ, ഈ ഏറ്റവും അടുത്ത നാളിൽ നടന്ന അത് ദൈവസഭയിൽ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പിതാവിനെ ചൈനയിൽ പോയിട്ട് MBBS കഴിഞ്ഞിട്ട് മടങ്ങി വന്ന മകൻ മൃഗീയമായി ആ ആ ആ അപ്പനെ വെട്ടിക്കൊല്ലുന്ന കാഴ്ചകൾ. ഏകദേശം 23-ലധികം വെട്ടേറ്റാണ് മരിക്കുന്നത്. ജീവനും കൊണ്ട് തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ പിറകെ ചെല്ലുന്ന മകൻ, നൊന്ത ജന്മം കൊടുത്ത പിതാവിനെ പോലും ഇന്ന് പിച്ചു ചീന്തുന്ന അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നു. മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന 5 വയസ്സുകാരിയെ ഇതാ ഒരു 60 വയസ്സിന് മുകളിലുള്ളവൻ ഒരു വ്യക്തി ബലാത്സംഗം ചെയ്യുന്ന അനുഭവങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ മനസ്സ് പ്രാന്താലയം പോലെയായി മാറിക്കൊണ്ടിരിക്കുക. വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം ഇന്ത്യ ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഒരു വാക്ക് മറന്നു പോകരുത്. നോക്കൂ, ഇന്ന് മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ്? അതേ ഒരു +2 യൗവനക്കാരൻ, 2 മക്കളുള്ള, 2 പെങ്ങന്മാരുള്ള, അമ്മയുള്ള ആ മകൻ ഇതാ വീട്ടിലേക്ക് കയറി വരുന്നു രാത്രിയിൽ. വന്നിട്ട് അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ പെങ്ങളായി കാണാൻ കഴിയുന്നില്ല, അമ്മയായി കാണാൻ കഴിയുന്നില്ല. കാമാർത്തിയോടുകൂടെ സ്വന്തം അമ്മയും പെങ്ങന്മാരെയും കാണുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം മനുഷ്യന്റെ മനസ്സ് വല്ലാതെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമക്കളായ നമുക്ക് എന്ത് ചെയ്യാനാ കഴിയുന്നത്? ഇവിടെ അതിനൊക്കെ വേണ്ടിയുള്ള സജ്ജീകരണം ഇല്ലാഞ്ഞിട്ടാണോ? ഗവൺമെന്റ് അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഇവിടെ ഏതെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, ഏതെല്ലാം നിലയിൽ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, ഓരോ ദിനം ചെല്ലുന്തോറും മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ക്രൂരമായ, കഠിനമായ, പ്രാകൃതമായ, പൈശാചികമായ അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വഴിയിലേക്ക് യുവജനങ്ങൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ, ദൈവസഭയുടെ ഒക്കെ അത് ഭാവി വാഗ്ദാനങ്ങളായിരിക്കേണ്ട യുവതലമുറകളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചികമായ പ്രവണതയ്ക്കകത്തേക്ക് യുവജനങ്ങളും വ്യക്തികളും സമൂഹവും കുപ്പുകുത്തുമ്പോൾ വീട്ടിനകത്ത് പോലും കിടന്നുറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് മാറുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം അതിനോട് ചേർന്ന് ഒന്ന് ചിന്തിച്ച് വേഗത്തിൽ ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല നിലയിലുള്ള കൗൺസിലിംഗ്, ഇവിടെ ഇന്ന് കൗൺസിലിംഗ് സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൗൺസിലിങ്ങിലും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചില ഒരു കൗൺസിൽ സെന്റർ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. കൗൺസിൽ സെന്റർ കൂടുന്നതനുസരിച്ച് ഇവിടെ കുടുംബ കോടതികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കുടുംബ കോടതികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി അത് ശിഥിലീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്തിനേറെ പറയും, ദൈവസഭയ്ക്കകത്ത് പോലും, ദൈവമക്കളുടെ പോലും ഇങ്ങനെയുള്ള പ്രവണതകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പാപം എന്തെന്നും പാപത്തിന്റെ പ്രവൃത്തി എന്തെന്നും തിരിച്ചറിയാതെ പോകുന്ന, പാപത്തിൽ കിടക്കുന്ന വ്യക്തികളെ എങ്ങനെ നമുക്ക് ഇവിടെ നാം എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വളരെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ ഒരു പക്ഷേ ഈ ചിക്കാഗോ പ്രയലിൽ ഒരു പക്ഷേ ആ വാക്യം നിങ്ങൾ ഉരുവിട്ട് കാണുമായിരിക്കും, ഞാൻ ഓർക്കണില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ ആ വാക്യം വളരെ ചിന്തനീയമായ ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, തന്നോട് കൂടെ ഇരിക്കുവാനും വചനം പറയുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനുമുള്ള ആ ശിശുക്കളിൽ 12 പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഒരു ഭാഗമാണ് 6-ന്റെ 12-ാം വാക്യം. ഇങ്ങനെയാണ് ആ വാക്യം. ഒരാൾക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാൻ കഴിയുമോ? ഒന്ന് വായിക്കാമോ? യെസ്, ഹല്ലേലൂയ. കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന്
ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് ആ വാക്കിന് വളരെ പ്രസക്തിയാണ്. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് പോകുകയാണ്. സ്തോത്രം. ആ കാലത്ത് നോക്കൂ, യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ കാലങ്ങളെ അറിയണം, കാലങ്ങളെ വിവേചിക്കണം, കാലഘട്ടങ്ങളെ തിരിച്ചറിയണമെന്ന്. സ്തോത്രം. ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ചുവർചിത്രങ്ങൾ ദൈവമക്കൾ തിരിച്ചറിയുകയും അത് വായിക്കുകയും അതനുസരിച്ചു വേണം നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ, ആ വിശ്വാസ സംസ്കാരമൊക്കെ കെട്ടിപ്പടുക്കേണ്ടത്. കാലത്തിന്റെ ചുവരുകൾ വായിക്കാതെ പോകരുത്. നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം. ഇന്നിന്റെ കാലഘട്ടം ഇന്നേക്ക് 10 അല്ലെങ്കിൽ 40 വർഷത്തെ 50 വർഷത്തിന് മുൻപ്, എനിക്ക് ഇപ്പോൾ 51 വയസ്സ് കഴിഞ്ഞു. എനിക്ക് 51 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഒന്നും കൂടെ പറയാം, ഒരു സന്തോഷമായിട്ട് പറയാം, ഇന്നെന്റെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 45 വർഷത്തിന് മുൻപുള്ള നമ്മുടെ രീതി അല്ല ഇന്നത്തെ രീതി. ഒരുപാട് മാറ്റമുണ്ട്. ഈ സൂമിൽ കൂടെ ആയിരിക്കുന്ന നമുക്ക് അഭിമാനിക്കാൻ ഒരു കാര്യമുണ്ട്. കാളവണ്ടി അത് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാളവണ്ടി യുഗത്തിൽ നമ്മൾ നടന്നവരാ, ആ കാളവണ്ടിയിൽ യാത്ര ചെയ്തവരാ. ഇന്ന് ഫ്ലൈറ്റിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു. 2 കാലഘട്ടത്തിന്റെ ആ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ തലമുറകൾക്ക് കാളവണ്ടി യുഗത്തെ കുറിച്ചോ ചെറ്റപ്പുരയെ കുറിച്ചോ ഓലപ്പുരയെ കുറിച്ചോ ചാണകം മെഴുകിയ തറയെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഈ സൂം ഫ്ലാറ്റുകൾ കൂടി ഇരിക്കുന്ന അമേരിക്കയിലൊക്കെ ചേക്കേറിയിരിക്കുന്ന ദൈവദാസന്മാരുടെയൊക്കെ ആ പ്രാരംഭകാലങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓടിട്ട വീടുകളൊന്നും ഇല്ലായിരുന്നു അന്ന്. എന്തായിരുന്നു? ഓല കൊണ്ടും പുല്ലുകൊണ്ടും മേഞ്ഞ വീടുകള്, ചാണകം മെഴുകിയ തറയിൽ നമ്മൾ ജീവിച്ചവരാ, ചട്ടിക്കകത്ത് നമ്മൾ കഞ്ഞി കുടിച്ചവരാ, ചോറ് കഴിച്ചവരാ. ഇന്നതൊക്കെ മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടങ്ങളുടെ സ്വഭാവങ്ങളും ചിന്തനങ്ങളും എല്ലാം മാറി. അതുകൊണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിലെ ചുവർചിത്രങ്ങൾ വായിച്ചു വേണം അത് മുന്നോട്ട്. കർത്താവ് പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. കാലങ്ങളെ നിങ്ങൾ അറിയണം. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കാൻ പോയി. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? യേശു കർത്താവ് ശബത്തിൽ ഒരുവനെ എന്ത് ചെയ്യുന്നു? വരണ്ട കൈയുള്ള മനുഷ്യനെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി കഴിയുമ്പോൾ യേശു ആ ജനത്തിന്റെ നടുവിൽ അവനെ എഴുന്നേറ്റ് നിർത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ പ്രൈസ് ദി ലോർഡ്, അത് ഒരു കൂട്ടം ജനം അവിടെ എഴുന്നേറ്റിട്ട്, ഈ ശബത്തിൽ ഇത് പാടില്ല, ശബത്ത് നീ അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് അവനെ ആ നിലയിൽ കൊണ്ടുപോകുക. അതിന് കാരണക്കാരൻ ആരാണ്? യേശു ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വാക്യത്തിന്റെ ആ അധ്യായത്തിന്റെ തന്നെ അതിന്റെ 11-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. സ്തോത്രം. എന്തിന്റെ ഭ്രാന്ത്? സ്തോത്രം. ഭ്രാന്തുള്ള ഒരു മനുഷ്യന്റെ രീതി നമുക്കറിയാം. അതേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭ്രാന്തുള്ള ഒരു മനുഷ്യന്റെ ചിന്ത നമുക്കറിയാം. അവൻ എന്താ പ്രവർത്തിക്കുന്നത് എന്ന് അവൻ അറിയുന്നില്ല. നമ്മൾ പറയും അവന്റെ സുബോധം നഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ അത് പറഞ്ഞു, അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. ഞാൻ ആദ്യം ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ, ഇന്ന് ഒരു ഭ്രാന്ത് നിറഞ്ഞ ഒരു അനുഭവമല്ലേ? ഭ്രാന്ത് നിറഞ്ഞ ഒരു അനുഭവമല്ലേ? സ്തോത്രം. ഭ്രാന്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമല്ലേ? നൊന്ത് പ്രസവിച്ച അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ മടിക്കുന്നില്ല ഇവിടെ. സ്തോത്രം. നൊന്ത് പ്രസവിച്ചിട്ട കുഞ്ഞെ വളർന്നു വരുമ്പോൾ അവന്റെ കൈ വളരുവാൻ, കാല് വളരുവാൻ, അവനെ ആ നിലയിൽ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അവൻ തിരിഞ്ഞ് ആ അമ്മയെ നോക്കി പറയുക, എനിക്ക് നിങ്ങളൊരു അമ്മയെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, സ്വന്തം പിതാവിനെ നോക്കൂ, സ്വന്തം പിതാവിനെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നിർദാക്ഷിണ്യം വെട്ടിക്കൊല്ലുമ്പോൾ, 23 വെട്ട ഒരു പിതാവിനെ സ്വന്തം മകൻ വെട്ടുമ്പോൾ
ഭ്രാന്തെന്നല്ലാതെ എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് ഭ്രാന്ത് നിറഞ്ഞതായിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. ഒരു മാനസികമായ ഒരു അനുഭവമല്ല, കോപത്തിന്റെ, മതവൈര്യത്തിന്റെ, അസൂയയുടെ, പിണക്കത്തിന്റെ ഒരു പ്രത്യേക സമയമാണ്. നിങ്ങൾ നോക്കൂ, ഒരു മതവൈര്യത്തിന്റെ, അസൂയയുടെ, പിണക്കത്തിന്റെ ആ ഒരു പ്രത്യേക സമയം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കെതിരായുള്ള ഭ്രാന്തമായ നീക്കം കണ്ട് മനസ്സിലാക്കി നോക്കൂ. നമ്മുടെ കുടുംബത്തിനെതിരെ ഒരു ഭ്രാന്തമായ നീക്കം, തലമുറകൾക്കെതിരെ ഒരു ഭ്രാന്തമായ നീക്കം, ഇതിനൊക്കെ കണ്ടിട്ട് നാം അടങ്ങിയിരിക്കേണ്ടവരല്ല. സ്തോത്രം. കർത്താവ് ആ കാലത്ത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ആ കാലഘട്ടത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടി ദൈവം ചില പ്രവർത്തികൾ ചെയ്തതുപോലെ ഇന്നിന്റെ കാലഘട്ടത്തിലും ദൈവസഭ വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ടതും കാലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. വീട് വെക്കുവാൻ വേണ്ടി, മകളെ വിവാഹം കഴിച്ചയക്കുവാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. അതൊക്കെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയിട്ടുണ്ടോ, അതോട് കൂടെ നമുക്ക് വേണ്ടതെല്ലാം യേശു ക്രിസ്തു കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നേ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഭ്രാന്തമായ ഈ നീക്കം കാണുമ്പോൾ, സ്തോത്രം, ഈ അസൂയയുടെ നീക്കം കാണുമ്പോൾ, ഈ പകയുടെ നീക്കം കാണുമ്പോൾ, തലമുറയുടെ മേൽ, സ്തോത്രം, നമ്മുടെ ജോലിയുടെ മേൽ, ശുശ്രൂഷയുടെ മേൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിയണം. യേശുവിനെ ഒതുക്കിക്കളയുവാൻ ഭ്രാന്തമായ ഒരു നീക്കം, സ്തോത്രം, ഇത് കണ്ടുകൊണ്ട് യേശു എന്താ ചെയ്യാൻ പോയെന്നറിയാമോ? അതിനെതിരെ വാദഗതികൾ നിരത്തുവാനോ ഖണ്ഡനം നടത്തുവാനോ അല്ല യേശു പോയത്. ഭ്രാന്ത് നിറഞ്ഞ അനുഭവങ്ങൾ കാണുമ്പോൾ യേശു മാറിപ്പോയി, എന്നറിയാമോ? പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. സ്തോത്രം. രണ്ട് കാര്യം. ഒന്ന്, സ്തോത്രം, അവിടെ തനിക്കെതിരെ ഭ്രാന്തമായ നീക്കത്തിന്റെ നടുവിൽ പിതാവായ ദൈവം ഇടപെടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട്, സ്തോത്രം, എന്നറിയാമോ? തന്നോട് കൂടെ ഇരിക്കുവാനും തന്നെ ഏൽപ്പിച്ച ദൗത്യം അവരെ ഏൽപ്പിച്ചിട്ട് ഒരു പുതിയ യുഗത്തിലേക്ക് ഇതാ ചിലരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് എന്നെ ഈ സൂമിൽ കൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, കൂടെ നിൽക്കുന്ന 70-ലധികം ആൾക്കാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അതിനിടയിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് പിതാവിന് സമർപ്പിക്കണം. അതിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് പിതാവിന് സമർപ്പിക്കണം. അതിനു വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകലിൽ, സ്തോത്രം, തിരിച്ചറിയണം, കാലത്തിന്റെ ഗതിഗതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കൂ, ഈ വാക്യത്തോട് ചേർന്ന് ഒരു വളരെ പ്രസിദ്ധമായ, ചിന്തനീയമായ ഒരു വാക്യം കൂടെയുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. നോക്കൂ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. അപ്പോൾ ദൈവമക്കൾ ഈ സമയത്ത് മിണ്ടാതിരിക്കേണ്ടവരല്ല. എവിടെ? ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുതെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുമ്പോൾ, ഇന്നിന്റെ കാലഘട്ടം തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന ജനം ഇല്ലാതെ പോകുമ്പോൾ, നോക്കൂ, ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ സർവശാലകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ പ്രയർ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചില വർഷങ്ങളായി പ്രയർ മൂവ്മെന്റ് ഒന്നും നടക്കാൻ കഴിയുന്നില്ല. പ്രയർ മൂവ്മെന്റിൽ കൂടെ കോളേജ് തലങ്ങളിൽ ആ പ്രയർ നടത്തി ഒട്ടനവധി പ്രിയപ്പെട്ടവർ, സ്തോത്രം, ജീവിതത്തിൽ നിരാശ പിടിച്ചവർ, ജീവിതത്തിൽ കുടുംബത്തിനകത്ത് പിതാവിന്റെയും മാതാവിന്റെയും തമ്മിലുള്ള പ്രശ്നം മുഖാന്തരം, മദ്യപാനിയായ പിതാവിൻ്റെതായ പ്രശ്നം കൊണ്ട് കുടുംബത്തിനകത്ത് സമാധാനം, ഒത്തിരി തലമുറകൾ കോളേജിലെ സർവശാലയിലെ ഒക്കെ പ്രയർ മൂവ്മെന്റിൽ കൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വേളയിലായിട്ടുണ്ട്. അതൊക്കെ നന്ദിയോട് ഓർക്കുക. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ അതിന് വിലക്ക് സംഭവിച്ചിരിക്കുന്നു. ആ വിലക്ക് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് സമരത്തിനും രാഷ്ട്രീയത്തിനും
ലോകത്തിൻ്റെതായ പ്രവൃത്തികൾക്കെല്ലാം യുവജനങ്ങളെ വല്ലാതെ എന്തെന്നറിയാമോ, സ്തോത്രം, ആ നിലയിലേക്ക് മാറുവാൻ കഴിഞ്ഞു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്തോത്രം, നാളത്തെ മാലാഖമാരെന്ന് പറയേണ്ട സ്തോത്രം, അത് അനേകരെ ശുശ്രൂഷിക്കേണ്ട കരങ്ങൾ സ്വന്തം കൂട്ടുകാരനെ, സ്വന്തം ജൂനിയർ, അതെ പഠിക്കുന്ന സ്ഥാപനത്തെ ജൂനിയനെ മൃഗീയമായി ഭ്രാന്തമായി ആ കൂട്ടുകാർ ചെയ്ത് നോക്ക്. വയസ്സുകൾക്ക് 1-2 വയസ്സിന്റെ വ്യത്യാസം മാത്രം പ്രായമുള്ള അനുജന്മാരെ, ചേട്ടന്മാർ ചെയ്തത് മറക്കാൻ കഴിയത്തില്ല. ഞെട്ടലോടെയാണ് അതിനകത്തുള്ള വീഡിയോകളും വാർത്തകളും കാണുമ്പോൾ ഇന്നും മനസ്സിന്റെ നൊമ്പരങ്ങൾ മാറിയിട്ടില്ല. ആ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ട്. സ്തോത്രം. നോക്കൂ, ഇന്ന് പകൽ തിരിച്ചറിയണം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. സാത്താന്റെ പല വ്യാപാരങ്ങളാ. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സ്തോത്രം, കർത്താവിന്റെ മുമ്പിൽ സാത്താൻ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? മഹത്വവും ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. ഈ മഹത്വം ഈ ലോകം മുഴുവൻ നിനക്ക് എന്റെ കൈവശമാണ്. വീണ ഒന്ന് വണങ്ങിയാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാമെന്ന് പറയും. സാത്താന്റെ അധീനതയിലാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, കള്ളൻ വരുന്നത് എന്തിനെന്നറിയാമോ? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിക്കുവാൻ. കണ്ടോ, ഈ ലോകം മുഴുവൻ അവന്റെ കയ്യില്. എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? മോഷ്ടിച്ചു അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന്. പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉണ്ടാക്കിയ ഒന്നാമത്തെ സ്തോത്ര പ്രവർത്തികളെ തകർത്തുകൊണ്ട് ഈ ലോകത്തെ കെട്ടിപ്പടുക്കേണ്ടതിന്, ഈ ലോകത്ത് ദൈവികമായ അനുഭവങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതിന് ഉണ്ടാക്കിയ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി അവൻ മോഷ്ടിച്ചെടുത്തു. പിന്നെന്തിന്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നു എന്നാ വായിക്കുന്നത്. കണ്ടോ, ഇന്നിന്റെ കാലഘട്ടത്തിൽ പിശാച് ചെയ്യുന്നു. വ്യക്തികളുടെ ഹൃദയത്തിലുള്ള സന്തോഷത്തെ അവൻ എടുത്തു കളഞ്ഞിട്ട് പറയാം, നിനക്ക് സന്തോഷം വേണോ? വാ, മദ്യത്തിലേക്ക് വാ. നിനക്ക് സമാധാനം വേണോ? സന്തോഷം വേണോ? ഇങ്ങോട്ട് പോരെ. എങ്ങോട്ട്? അതെ, മയക്കുമരുന്നിലേക്ക് വാ. സ്തോത്രം. മറ്റ് ആഡംബര നിലയിലേക്ക് വാ, അധാർമ്മ്യ പ്രവൃത്തിയിലേക്ക് വാ. അത് സന്തോഷമാണ്, സമാധാനം എന്ന് പറഞ്ഞ് ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും എടുത്തു കളഞ്ഞിട്ട് അവനെ മുടിപ്പിച്ചു കളയുക സാത്താൻ ചെയ്യുന്നത്. എന്നാൽ അതിനടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവ് എന്തിനു വേണ്ടിയാ? ജീവൻ നൽകാനാ. സമൃദ്ധിയായിട്ട് ജീവൻ നൽകാൻ വേണ്ടിയാ. ജീവൻ വ്യാപരിക്കാതിരിക്കുക, സമൃദ്ധമായ ജീവൻ വ്യാപരിക്കാതിരിക്കുവാൻ സാത്താന്റെ പ്രവർത്തികൾ പല നിലകളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആത്മഹത്യയെ കുറിച്ച് കേട്ടു. അത് ആത്മഹത്യ ചെയ്ത ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളാണ്. സ്കൂളിൽ പോകാൻ നേരത്തെ സമയത്താണ് വാർത്ത കേൾക്കുന്നത്. ഏകദേശം 4-5 കിലോമീറ്റർ അപ്പുറയാ. സ്കൂളിൽ പോകാതെ അന്നത് കാണുവാൻ പോയി. 50 വയസ്സിന് മുകളിലുള്ള നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നതൊക്കെ വളരെ വിരളമായ കാര്യങ്ങളാ. അതും 50 വയസ്സിന് മുകളിലുള്ള. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്താണ്? 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി തോറ്റു എന്ന കാരണം കൊണ്ട് ആ കുഞ്ഞ് ആത്മഹത്യ. ഇന്നൊരു ആത്മഹത്യ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയെന്നറിയാം? കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുക. ഇന്നിന്റെ കാലഘട്ടത്തെ ദൈവമക്കളെ, പ്രാർത്ഥനയുടെയും ദൈവവചനത്തിന്റെയും വ്യാപാരം കുറഞ്ഞു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനങ്ങ് അടൂരാണ്. അവിടെയൊക്കെ പെന്തക്കോസിന്റെ ഈറ്റില്ലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 4, 5 തലമുറകൾ കിടക്കുന്നുണ്ട്. 1ാം തലമുറയൊക്കെ എൻ്റെ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ കേട്ടുകേൾവി കൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. മാതാപിതാക്കന്മാർ ചട്ടയും മുണ്ടും ഉടുത്ത അതേ സ്വത്രം മാതാക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, അവിടെ അയൽവാസി രക്ഷിക്കപ്പെടാൻ വേണ്ടിയൊക്കെ രാത്രിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമാണ് ഈ സൂമിൽ കൂടെ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അന്നുണ്ടായിരുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയാ. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ ദൈവസഭ ചിന്തിക്കേണ്ടതുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ എന്ന് നീ അത് ചോദിക്കണം. ഇന്ന് തിരക്കുകളാണ്. ഞാൻ ആദ്യം ഉറപ്പിച്ച പോലെ തിരക്കിന്റെ ഒരു മധ്യത്തിൽ കൂടെ നമ്മൾ പൊക്കൊണ്ടിരിക്കുക. പക്ഷെ മറന്നു പോകുന്നു, അപജയങ്ങൾ ഉണ്ടാകുന്നു. തിരിച്ചറിയണം, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാനിടയാകണം. വിഷയങ്ങളുടെ അല്ലെങ്കിൽ മകളെ കെട്ടിച്ചയക്കുവാനും മകനെ അങ്ങ്
ജോലിക്ക് വേണ്ടി അയക്കാനും ഒക്കെയുള്ള പ്രാർത്ഥന അതൊക്കെ അവിടെ നിർത്തട്ടെ. അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ തലമുറകളെ ഉയർത്തും, മാനിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷേ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ഒരു കാവൽക്കാരായിട്ട് വിളിച്ചിരിക്കുക. കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതുകൊണ്ട് ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്, ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കരുത്. വളരെ ശക്തമായി ഓർപ്പിക്കുകയാ. നോക്കൂ, നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സങ്കീർത്തന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ 106 സങ്കീർത്തനത്തിലാണെന്നോ ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, എന്റെ പിളർപ്പിൽ മോശ നിന്നില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിളിർപ്പിൽ നിൽക്കണം നമ്മൾ. ദൈവത്തിന്റെ കോപം ഇതാ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ ആ ജനത്തെ രക്ഷിക്കേണ്ടതിന്, വിടുവിക്കേണ്ടതിന് മോശ എന്ന് പറയുന്ന ഭക്തൻ പിളർപ്പിൽ നിന്നതുപോലെ നമുക്കും ഈ കാലഘട്ടങ്ങളിൽ പിളർപ്പിൽ നിൽക്കാം. വരാൻ പോകുന്ന കോപത്തിൻ്റെതായ പ്രവൃത്തികളുടെ മുൻപിൽ നമുക്കും എന്ത് ചെയ്യാം? നിൽക്കാം, പ്രാർത്ഥിക്കാം. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കുവാൻ പോയി. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് വിശദീകരിക്കുന്നില്ല. ഇന്ന് പകലിൽ കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവും വിശ്വാസ സംസ്കാരവും ക്രിസ്തു സംസ്കാരവും വളരെ വ്യക്തമായി മുന്നേറങ്ങത്ത ഇവിടെയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം അതിൽ നമ്മൾ ഇങ്ങനെ വായിക്കണം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. പ്രാർത്ഥനയിൽ മുന്നേറാം, അമിത ബലത്തിൽ ശക്തിപ്പെടാം, നമുക്ക് ജയിക്കാം. ഇല്ല, വിട്ടുകൊടുക്കത്തില്ല ശത്രുവിന്. നമ്മുടെ തലമുറകളെ വിട്ടുകൊടുക്കത്തില്ല, ദൈവസഭയെ വിട്ടുകൊടുക്കത്തില്ല, നമ്മുടെ രാജ്യത്തെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള തീരുമാനവും പ്രതിജ്ഞയോടും കൂടെ പ്രാർത്ഥനയുടെ ഒരു പുതിയ തലത്തിലേക്ക് നമുക്ക് പോകാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ അവസരങ്ങൾ തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഇന്നുമുണ്ട്, ഇന്നലകളിൽ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. വീണ്ടും പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കാലത്തിന്റെ ചുവരെഴുത്തുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയമായ പ്രതികരണം ആ കർത്താവ് പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നതിന് ഇന്ന് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, കർത്താവിദാസൻ സൂചിപ്പിച്ചതുപോലെ വളരെ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വളരെ പ്രാകൃതമായ ഇന്ന് നമ്മൾ വളരെ ടെക്നോളജിക്കലായിട്ടൊക്കെ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാനുഷികമായിട്ട് വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മഴ കൊണ്ട് കൊല്ലുക, ഇതൊക്കെ വളരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതെല്ലാം ഇതാണ് മനുഷ്യന്റെ ബുദ്ധി. ഒരു മാനുഷികമായിട്ടുള്ള സ്നേഹവും സാഹോദര്യവും ഒക്കെ അതാണല്ലോ ദൈവം നമുക്ക് തന്നത്. അതൊക്കെ മറിച്ച് കളഞ്ഞിട്ട് മനുഷ്യനല്ലാതാക്കി എന്തോ ഭ്രാന്തമായിട്ടുള്ള ഒരു മനസ്സും ഒക്കെ സാത്താൻ കൊടുത്ത് അങ്ങനെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് നൽകുന്നതായ സമാധാനമൊക്കെ എടുത്തു കളയാണ്, മോഷ്ടിക്കാനാണ് വരുന്നത്. കുടുംബങ്ങളിലെ സമാധാനം, സമൂഹത്തിലെ സമാധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഒക്കെ നശിപ്പിച്ചു കളയാനായിട്ടാണ്. എന്നാൽ ആ കർത്താവ് നൽകുന്ന സമാധാനവും കർത്താവ് വാഗ്ദാനം ചെയ്ത ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്തതായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം ഇന്ന് നമ്മൾ പ്രാപിക്കണം, നമ്മളെ കാണുന്നവർ പ്രാപിക്കണം. ഈ ലോകം ആ സമാധാനത്തിൽ ജീവിക്കണം. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ശക്തി ഹൃദയങ്ങളിൽ വരുമ്പോൾ, കർത്താവിന്റെ സ്നേഹം ഹൃദയങ്ങളിൽ വരുമ്പോൾ, പ്രിയമുള്ളവരെ, അപ്പോഴാണ് യഥാർത്ഥമായ ദൈവരാജ്യം നമ്മുടെ മധ്യത്തിൽ ആയിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ലോകം, നമ്മുടെ ഈ ചുറ്റുപാടുകൾ തന്നെ, നമ്മൾ അന്ന് നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെ വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്തു, അല്ലെങ്കിൽ വല്ലാത്ത ചില കാര്യങ്ങൾ, കൊലപാതകം, അതൊക്കെ നമ്മൾ വാർത്തകളാണ്. ഇന്ന് വാർത്തകളല്ല, നമ്മുടെ സമൂഹത്തിന്റെ മധ്യത്തിൽ ഇവിടെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി, ഈ നശിച്ചു പോകുന്ന ലോകത്ത് അതിന്റെ ഉപ്പായിട്ട്, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിന്റെ വെളിച്ചങ്ങളായിട്ട് ആയിത്തീരുന്നതിനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആയിത്തീരുകയും അതിനുവേണ്ടി, ഈ ലോകത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടെ എരുമയ പ്രവാചകനൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ നശിച്ചു പോകുന്ന ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ട വലിയൊരു കടമ നമുക്കുണ്ട് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. കർത്താവിന്റെ ദാസന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പ്രയർ ലൈൻ 4 വർഷം മുമ്പാണല്ലോ ഇത് 7 ദിവസമാക്കിയത്. അന്ന് മുതൽ
ഒന്നടവിട്ട തിങ്കളാഴ്ച രാവിലെ, നാട്ടിലെ തിങ്കളാഴ്ച രാവിലെ കർത്താവിന്റെ ദാസൻ തിരുവനന്തപുരം സംസാരിക്കുന്നു. എന്നാൽ തോപ്പുംപടി, എറണാകുളം തോപ്പുംപടിയിലുള്ള IPC ചർച്ചിന്റെ പാസ്റ്ററാണല്ലോ. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ട്. എന്നാൽ എങ്കിൽ തന്നെയും തനിക്ക് കഴിയുമ്പോഴെല്ലാം നമ്മുടെ വളരെ ഗൗരവത്തോടുകൂടെ ഈ ചുമതല ഏറ്റെടുത്ത് അതിൽ മുന്നിട്ട് വരുന്നു. കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ. ഇന്ന് പറഞ്ഞല്ലോ, 25ാമത്തെ വിവാഹ വാർഷികമാണ്, രജത ജൂബിലിയാണ്, സിൽവർ ജൂബിലി. ഈ സിൽവർ ജൂബിലിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്നും വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. കർത്താവ് തന്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷിക്കാഗോ പ്രളയന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, രജത ജൂബിലിയുടെ ആശംസകൾ ഒക്കെ നേരുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ കാര്യം കർത്താവിന്റെ ദാസനായി പറഞ്ഞല്ലോ, നമ്മുടെ ജീവിത രീതികള് ഞാൻ ഓർക്കുകയായിരുന്നു. നമ്മുടെ ജീവിത രീതികള് പ്രിയമുള്ളവരെ, എൻ്റെ ചെറുപ്പത്തില് പ്രധാനമായിട്ട് ചെയ്തിരുന്ന, എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു കർഷകനുമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് നിലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിത്ത് ഒക്കെ ഇങ്ങനെ അത് ഉണക്കിയിട്ട് നെല്ല് പാകുന്നതിന്, എന്നിട്ട് ചാണകവും ചാരവും ഒക്കെ, ഞങ്ങൾക്ക് അന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, ആ ചാണകവും ഒക്കെ ഉണക്കി അത് ഞാനിവിടെ ചേർന്നാണ്, ഞാനൊരു ചെറിയ ബാലനാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് കൈ കൊണ്ട് തിരുമ്മിയാണ് ആ ചാണകമൊക്കെ പൊടിക്കുന്നത്. ആ ചാണകം പൊടിച്ച് അതിൻ്റെ കൂടെ ചാരവും ഒക്കെ ഇട്ട ആ വിത്ത് അതിൻ്റെ അകത്തിട്ട് അങ്ങനെയാണല്ലോ വിത്ത് വിതയ്ക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ കർത്താരദാസൻ പറഞ്ഞ പോലെ കാളവണ്ടിയിലൊക്കെ എത്രയോ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് കാളവണ്ടിയുടെ ചിത്രം മാത്രമേ കാണുന്നുള്ളൂ. അന്ന് ഈ നെല്ലുമൊക്കെ അവിടുന്ന് കൊണ്ടുവന്നിരുന്നത് ടെമ്പോയിലൊന്നുമില്ല, അന്ന് കാളവണ്ടിയേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ അയൽക്കാരനായ കാളവണ്ടിക്കാരൻ അച്ചായന്റെ കുട്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാരായണൻ എന്ന് പറയുന്ന ആ അച്ചായന്റെ കാളവണ്ടിയിലാണ് ഈ നെല്ലും കച്ചിയും എല്ലാം കൂടെ കെട്ടി എല്ലാം കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഉന്തുവണ്ടി, അടുത്ത സമയം വരെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇവിടെ ഉന്തുവണ്ടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1975 50 വർഷമായി. അന്ന് എൻ്റെ സീനിയറായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് ഇവിടെ ചെങ്ങന്നൂരിൽ അടുത്ത് ആലാന്നൊരു സ്ഥലമുണ്ട്, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കാണും. അവിടെ അദ്ദേഹം 1 or 2 പ്രാവശ്യം SSLC തോറ്റു. പിന്നീട് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പോകണം. പിന്നീട് എഴുതി പരീക്ഷ എഴുതി റിസൾട്ട് അറിയാനായിട്ട് പോകുമ്പോൾ ആ അമ്മ പറഞ്ഞു, ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്, അമ്മ പറഞ്ഞു, ഇനി തോറ്റാൽ നീ വീട്ടിലോട്ട് വരണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് പ്രിയമുള്ളവരെ, ആ യുവാവ് പരീക്ഷയ്ക്ക് റിസൾട്ട് നോക്കിയപ്പോൾ അവൻ തോറ്റു. ഇവിടെ ഞാൻ ഇരിക്കുന്ന ഈ വീട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 5 മിനിറ്റ് പോലും യാത്രയില്ല. അന്ന് എനിക്ക് തോന്നുന്നു മീറ്റർ ഗേജ് ആണ്, നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ട്രെയിൻ അല്ല, വീതി കുറഞ്ഞ മീറ്റർ ഗേജ് പാളങ്ങളാണ്. അവൻ ആ പാളത്തിന് ട്രെയിനിന് മുന്നിൽ തലവെച്ച് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആ ശവശരീരം ഈ ഹൈസ്കൂളിനടുത്താണ് ഗവൺമെന്റ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് അത് കൊണ്ടുവരുന്നത്. ആ മോർച്ചറിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് ആ മോർച്ചറിയിൽ നിന്ന് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അത് എനിക്ക് മനസ്സിലായി, ഇവന്റെ ഈ ശവശരീരം കൊണ്ടുപോകാണ്, കാണാൻ കഴിഞ്ഞില്ല. ഇതൊരു ഓലയിൽ പൊതിഞ്ഞ്, അന്ന് അങ്ങനെയാണ്, ഒരു ഓലയിൽ ഈ ശവശരീരം പൊതിഞ്ഞ് 2 പേര്, ഒരാൾ ഒരു ഉന്തുവണ്ടി, ഞാൻ പറഞ്ഞ കൈവണ്ടി, ഒരാൾ ഉന്തുന്നു, മറ്റേ ആൾ വലിക്കുന്നു. അങ്ങനെ 2 പേര് ചേർന്ന് ആ കൈവണ്ടിയിൽ ആ ശവശരീരം കൊണ്ടുപോവുകയാണ്. എൻ്റെ ആകാംക്ഷ കൊണ്ട്, അതെപ്പോഴും സന്ധ്യാസമയമായി, എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടന്ന്, ഏകദേശം അതിൻ്റെ കൂടെയല്ല, അവരുടെ കൂടെ നടന്നാൽ അവർ ചോദിക്കും ആരാന്താന്ന് ചോദിച്ചാൽ, കുറച്ച് ദൂരം വിട്ട്, പത്രോസ് ദൂരം വിട്ട് ക്രിസ്തുവിനെ കർത്താവിനെ പിൻചെന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി ദൂരം വിട്ട് നടന്ന് ഇതെവിടെയാ എന്താ കാണാനായിട്ട് ആ വീട് വരെ നടന്നു. അത് നടന്ന് 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ആലാന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ശവശരീരം ചെന്നപ്പോൾ അമ്മയൊക്കെ പൊട്ടിക്കരയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് തിരികെ ആ രാത്രിയിൽ തന്നെ തിരികെ ഞാൻ നടന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, നീ എവിടെ പോയതാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആ ശവത്തിന്റെ കൂടെ ഇങ്ങനെ പോയതാണ്. അപ്പോൾ പറഞ്ഞു, അതിനെന്തോ, സാധാരണ ആ കാലത്ത് ശവശരീരങ്ങൾ നമ്മൾ മഞ്ചലുണ്ടായിരുന്നില്ല, ഇന്ന് അതില്ല. ഇന്നെല്ലാം ആംബുലൻസിൽ മൈക്കിൽ പാട്ട് വെച്ചൊക്കെയാണല്ലോ ഇന്ന് ശവശരീരങ്ങൾ
ആ, ആ, ഈ ശവം അടക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ അത് ഉണ്ടായിരുന്നു, മാർത്തോമ പള്ളിയിലെ ശവമഞ്ചം. അതിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ എഴുതി ഒരു ശവമഞ്ചം അതിനു വേണ്ടിയുണ്ട്. അതിൽ ആ ശവശരീരം വെച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. പാട്ടുമൊക്കെ പാടി ആളുകൾ ഒരു 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 വരി വരിയായിട്ട് നിന്ന് പാട്ടുമൊക്കെ പാടി. ഇന്ന് അതൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, എന്തുവാണ് പാട്ടുമൊക്കെ ഉണ്ടായിരുന്നോ എന്നെ. എന്തിനാണ് പോയതെന്ന് പറഞ്ഞത്, പാട്ടുമൊന്നും ഇല്ലായിരുന്നില്ല, പിന്നെ നീ എന്തിനാ പോയത്? അങ്ങനെ എന്നോട് വഴക്ക് പറയുകയും ചെയ്തു. അത് എത്രയോ എത്രയോ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ തന്നെ മനസ്സിലാകുകയില്ല. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം. പക്ഷെ അന്നൊക്കെ നമുക്ക് ആളുകൾക്ക് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടായിരുന്നു, അല്ല ആളുകൾക്ക് കുറച്ചുകൂടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 10 പേര് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 10 പേര് ഇരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയല്ല, 10 പേരും ഫോൺ എടുത്ത് വേറെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കും. തൊട്ടു മുന്നിൽ ഇരിക്കുന്ന ആളിനോടല്ല സംസാരിക്കുന്നത്. ഇതൊക്കെ മാറി നമ്മളെ ഈ സമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളായിട്ട്, വെളിച്ചമായിട്ട്, ഉപ്പായിട്ടൊക്കെ ആയിത്തീരണം. അതിനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് തിരുവനന്തപുരം സംസാരിച്ച മാസ്റ്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബജീവിതം കർത്താവ് കൂടുതൽ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ഈ പ്രയർ ലൈനുകളിൽ തിരുവനന്തപുരം സംസാരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, ദാസന്മാർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.